ഗൈസ് വെൽക്കം ടു HS7 ബെറ്റി ഗൈസ്. നമ്മളെ GTA പുത്തനൊരു എപ്പിസോഡൊക്കെ എല്ലാവർക്കും തന്നെ സ്വാഗതം. അപ്പോൾ ഗൈസ് നമ്മളൊരു പുതിയ എപ്പിസോഡൊക്കെ ആയിട്ടാണ് വന്നേക്കുന്നത്. ഓക്കെ, ബാക്കി എപ്പിസോഡിൻ്റെ കണ്ടിന്യൂഷൻ ആണ്. അപ്പോൾ ഗൈസ് നമ്മൾ നിൽക്കുന്നത് നമ്മുടെ ട്രവറിൻ്റെ വീട്ടിലാണ്. അപ്പോൾ നമ്മൾ ഫ്രാങ്കിലും വന്നിട്ടുണ്ട് കാറും കൊണ്ട് നമുക്ക് പോകാൻ വേണ്ടിയുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് വണ്ടിയിലേക്ക് കയറിയേക്കാം. ഓക്കെ, നമ്മളിന്ന് ഈ വണ്ടി കൊണ്ടാണ് പോകണം. നമുക്ക് ഫ്രാങ്കിൽ കൊണ്ടുവന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കാറിനാണ് പോകുന്നത്. ഓക്കെ, പുള്ളിയുടെ ലൊക്കേഷൻ കിട്ടി വണ്ടിയിലേക്ക് കയറിയേക്കാം. പോയേക്കാം, അധികം സമയം കളയണ്ട. നമ്മൾ നേരെ അങ്ങോട്ട് പോവാണ്. നമ്മൾ ലെസ്റ്റർ നമുക്ക് ലൊക്കേഷൻ അയച്ചു തന്നിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഓക്കെ, നമ്മൾ നേരെ ലൊക്കേഷനിലേക്ക് പോവാണ്. അത് കഴിഞ്ഞ എപ്പിസോഡിൽ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മൾ പുള്ളി യൂസ് ചെയ്ത കാറ് നമ്മൾ കണ്ടുപിടിച്ചത് നമ്മൾ കത്തിച്ചു കളഞ്ഞിരുന്നു. അവിടെ വെച്ച് നമ്മളെ ദേഷ്യം തീർക്കാൻ വേണ്ടി. പിന്നെ എന്താണ്, പുള്ളി നമ്മളെ വിളിച്ചപ്പോൾ നമ്മൾ ലെസ്റ്റർ ട്രാക്ക് ചെയ്ത് ലൊക്കേഷൻ കണ്ടുപിടിച്ചിട്ടുണ്ടായത്. ഓക്കെ, അപ്പോൾ നമുക്ക് ലൊക്കേഷൻ ഇട്ട് നമുക്കിപ്പോൾ ലൊക്കേഷൻ ഇട്ട് തന്നിട്ടുണ്ട്. നേരെ ഇപ്പം ഞാൻ അങ്ങോട്ടാണ് പോകാൻ പോണത്. ഗൈസ് നമ്മൾ ലൊക്കേഷൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് നേരെ ലൊക്കേഷനിലേക്ക് വിട്ടേക്കാം. ഈ വഴി നമുക്ക് പോയാൽ മതി. അത്യാവശ്യം പവറുള്ള ഒരു വണ്ടിയാണ്, പഴയ വണ്ടിയാണ്, പക്ഷെ നല്ല പവറും ഉണ്ട്, അത്യാവശ്യം കൺട്രോളും ഉണ്ട് ഈ വണ്ടിക്ക്. നമ്മൾ ഈ വണ്ടി കൊണ്ടാണ് നേരെ പോകുന്നത്. പോലീസ് നമ്മളെ തപ്പി നടക്കാൻ പോകുന്നത്. ഇടാം. ഒക്കെ ബ്രേക്കിംഗ് കേട്ടോ വണ്ടിക്ക്. ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്കിനി പാലം ക്രോസ് ചെയ്ത് ഇപ്പുറത്തേക്ക് കഴിഞ്ഞാലേ അത്യാവശ്യം ഡിസ്റ്റൻസ് ഉണ്ട്. എന്നാലും ആരാന്നറിയില്ല നമുക്ക് ഇങ്ങനത്തെ പണിയൊക്കെ തന്നെ. നമ്മൾ പുറകെ ഇങ്ങനെ നടക്കുന്നത് പറ്റുന്നില്ല ഭാഗ്യം വണ്ടിക്ക്. ഒന്നും കണ്ടുപിടിക്കും കുറേയൊക്കെ അല്ല. അപ്പോൾ കേസ് നമ്മൾ ഈ പാലത്താറായി. പാലത്തിൻ്റെ അടിയിൽ കൂടെയാണ് നമുക്ക് പോകേണ്ടത്. നമുക്ക് ഇങ്ങനത്തെ ഒരു വണ്ടി വേണം കേസ്. ഓക്കെ, അത്യാവശ്യം കലക്കം വണ്ടിയാണ് ഇതിപ്പോൾ. പഴയതാണെങ്കിൽ കലക്കനാണ് വണ്ടി ഓടിക്കാനൊക്കെ. പിന്നെ പവറും ഉണ്ട്. നമുക്ക് ഈ വഴി നേരെ വിട്ടാൽ മതി. എവിടെ നോക്കി ഓടിച്ചത്. നമ്മുടെ ഡോറ് പോയിട്ടുണ്ട്. ഡോറിന് ഗ്ലാസ് പൊട്ടിയിരിക്കുന്നുണ്ട്. ഇപ്പോൾ അതൊന്നും കുഴപ്പമില്ലെന്നാണ് അത്. നേരെ ഇടാം കേട്ടോ. ലൊക്കേഷൻ എന്തായാലും എവിടെയാന്ന് എത്തിയിട്ട് നോക്കട്ടെ. നമ്മളിച്ചി മാറിപ്പോയാലോ. നമ്മളിച്ചി മുമ്പുള്ള വഴി കൂടെ പോകണേ. ജസ്റ്റ് ഒന്ന് ലൊക്കേഷൻ വഴി ഇട്ടിട്ടുണ്ട്. ഇത് ജസ്റ്റ് പൊളിക്കാൻ കൊണ്ടുവന്ന വണ്ടിയാണെന്ന് പറഞ്ഞത്. ഫാമിലി മണ്ണി ഈ വണ്ടി പൊളിക്കാൻ കൊണ്ടുവന്ന പറഞ്ഞത്. ഓക്കെ, ഇതൊക്കെ ആയിട്ട്
അടുത്ത അപ്പോൾ പുള്ളി ജസ്റ്റ് ഒന്ന് വർക്ക് ചെയ്തെടുത്തുള്ളൂ വണ്ടി. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു വണ്ടിയാണത്, കൊണ്ടുവന്ന വണ്ടിയാണത്. നമുക്കൊരു വണ്ടി ഇങ്ങനത്തെ സെറ്റ് ചെയ്യണം. അപ്പോൾ പുള്ളിയാണ് ഇതൊക്കെ റയറാണെന്ന് തോന്നുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത കിട്ടാൻ അത്യാവശ്യം നല്ല വണ്ടി കിട്ടും, റയറാണെന്ന് തോന്നുന്നത്. നമുക്ക് ഈ സ്ട്രാപ്പിൻ്റെ ഇഷ്ടമായി കിട്ടുന്നുണ്ട് ഈ വണ്ടിയുടെ. നമുക്ക് നോക്കണത് ഇതിൽ ഏതോ ഒരു വീട്ടിലാണെങ്കിൽ വന്നു പോലീസായ മുക്കോട്ടിന് സീനാവും മൊത്തത്തിൽ. വെയിറ്റ് ചെയ്യാം. ഓക്കെ, നടുക്കത്തെ വീട്ടിലാണ് നമ്മൾ വണ്ടി അങ്ങോട്ട് എടുക്കുന്നത്. വണ്ടി അങ്ങോട്ടേക്ക് വെച്ചിട്ട് റിസ്ക്കാണ്. നമുക്കിത് ഇവിടെ സൈഡിൽ പാർക്ക് ചെയ്തിടാം. ഓക്കെ, തൽക്കാലം ഫാമിലിയോട് ഇവിടെ നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പെട്ടെന്ന് വരാമെന്നുള്ളത്. ഇവിടെ നിന്നോളാൻ പറയാം. നമ്മൾ പോയി നോക്കട്ടെ അവർക്ക് പോയിട്ട് പുള്ളിയാണ്. ഓക്കെ, നൈസിനിട്ട് ഇവിടെ ചാച്ച തീർക്കണമെന്നാണ് ലെസർ വന്നത്. പുള്ളീനെ ചോദ്യം ചെയ്യണമെന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമുക്ക് പുള്ളിയെ കയറിയേക്കാം. ഓക്കെ, പതുക്കെ തന്നെ പോവാം. പത്ത് എവിടെയെങ്കിലായിട്ടുണ്ടാവും. ഓക്കെ, ആരെയും കാണുന്നില്ല ഇവിടെ നിന്നും. നോക്കാട്ടോ ഗൈസ്. ഓക്കെ, ഇവിടെ ഒന്നും ആരെയും കാണുന്നില്ലല്ലോ. അപ്പം നോക്കാം. ഓക്കെ, സീനായി. നമുക്ക് ആളെ കണ്ടുപിടിച്ചിട്ടുണ്ട് ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മൾ വേഗം വന്നപ്പോൾ തന്നെ പുള്ളി ഈ റൂമിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഓർഡർ ചെയ്തത്. നമ്മളിപ്പോൾ ഗൺ പോയിന്റിലാക്കിയിട്ടുണ്ട് പുള്ളിനെ. ഓക്കെ, സീനാണ്. നമ്മൾ കയറിയപ്പോൾ റൂം കൂട്ടി താക്കോല് നമ്മുടെ കയ്യിലായിരുന്നു. അതുകൊണ്ട് വിഷയമില്ല, പുള്ളിക്ക് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റില്ല. ഓക്കെ, പുള്ളി മൊത്തത്തിൽ പെട്ടിപ്പോൾ നമുക്ക് പുള്ളിനെ പുറത്തോട്ട് കൊണ്ടുപോയിട്ട് ചോദിക്കണം. ഓക്കെ, നമുക്ക് പുറത്തോട്ട് ഉണ്ടാവും പുള്ളിനെ. നമ്മളത് പുള്ളിനെ അടിച്ച് ബോധം കെടുത്ത് നമ്മൾ ഡിക്കിയിലേക്ക് ഇട്ടിട്ടുണ്ട്, ഡിക്കിയിലിട്ട് പൂട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ലെസ്റ്റർ ലൊക്കേഷൻ തന്നിട്ടുണ്ട്. ഓക്കെ, അവിടെ അങ്ങോട്ട് കൊണ്ടുപോകാനാണ് പറഞ്ഞത്. അവിടെ നമുക്ക് വലിയ ആളെന്നൊക്കെ ഒന്നും ഇല്ലാത്തതാണ്, ലോസ് ആഞ്ചലസിൽ തന്നെയായിട്ടാണ്. ഓക്കെ, അവിടെയിട്ട് ഭീഷണിപ്പെടുത്താമെന്നാണ് പറഞ്ഞത്. ലെസ്റ്റർ നമുക്ക് ചോദ്യം ചെയ്യാമെന്നാണ് പറഞ്ഞത്. ഓക്കെ, നമ്മൾ ഇവിടെ പുള്ളിയുടെ ഒരു കാർ അടക്കം ഉണ്ടായിരുന്നു. അപ്പം അത് എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് നമ്മുടെ ഫ്രാങ്കിലിന്. അതുകൊണ്ടാണ് അങ്ങോട്ട് പോയേക്കണത്. കീപ്പിന് ചിലപ്പോൾ പണി വരും. നമുക്ക് തൽക്കാലത്തേക്ക് ഇവിടെ ഒളിച്ചേക്കാം. നമുക്ക് ഈ വണ്ടി എടുത്തേക്കാം. നമുക്ക് ലെസ്റ്റർ അയച്ചെന്ന ലൊക്കേഷനിലേക്ക് ഇട്ടേക്കാം. എന്നൊരു ഫാം ഹൗസാണ് നമ്മുടെ ലെസ്റ്ററിൻ്റെ ഒരു ഫാം ഹൗസാണത്. ഇട്ടേക്കാം. വന്ന വഴി തിരിച്ചു പോയാൽ മതി. ഓക്കെ,
അങ്ങനെ പുള്ളിയുടെ വണ്ടിയും കൊണ്ട് ഇപ്പം അവിടെ എത്തിക്കാണ് മിക്കവാറും. നോക്കാം. മുമ്പ് ഒരു കുറച്ച് നേരമായി നമ്മൾ ബോധം കൊടുത്ത് ഞങ്ങൾ ഡിക്കിലൊക്കെ ഇട്ട് പൂട്ടുമായിരുന്നു പുള്ളിയെ. ഓക്കെ, പുള്ളിയുടെ ലാപ്ടോപ്പൊക്കെ നമ്മൾ ഫ്രാങ്കിനെ അങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. വിടാം. ഓക്കെ ഗൈസ്, പിന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോയ്ക്ക് വ്യൂസ് തീരെ കുറവായിരുന്നു. ഓക്കെ, എന്താ പറ്റിയെന്ന് അറിയില്ല. ഓക്കെ, നമ്മൾ നാലഞ്ച് ദിവസം മാത്രം ഇടുവാണെങ്കിൽ 4 ദിവസം മാത്രമായിട്ട് തന്നെ ഇടാം. 4 ദിവസം മാത്രം ഇട്ടാൽ മതി നിങ്ങൾക്ക്. ഓക്കെ, എല്ലാ ദിവസവും ഇടുവാണെങ്കിൽ നമുക്ക് വ്യൂസ് തീരെ ഇല്ല ഇപ്പോൾ ഗൈസ്. ഓക്കെ, കഴിഞ്ഞ വീഡിയോയ്ക്ക് ഇനി മുമ്പത്തെ വീഡിയോയ്ക്ക് അത്യാവശ്യം 100ന് മുകളിൽ വ്യൂസ് ഉണ്ട്. ഓക്കെ, അത്യാവശ്യം ലൈക്സും ഉണ്ട്. ഇതിനെല്ലാം മാക്സിമം ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യേണ്ടതാണ്. ഇതിൻ്റെ ലൈക്ക് ടാഗ് എന്ന് പറഞ്ഞാൽ വെറും 50 ലൈക്സ് ആണ്. ഓക്കെ, എല്ലാം മാക്സിമം ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യേണ്ടതാണ് ഗൈസ്. ഓക്കെ, നമ്മൾ ഏകദേശം എത്താറായിട്ടുണ്ട്. വണ്ടി ഇടിച്ചിട്ടുണ്ട് വണ്ടിയുടെ. ഇതാണ് പുള്ളിയുടെ വണ്ടി അവിടെ കിടക്കണത്. ഓക്കെ, വണ്ടി നിന്ന് ഇറങ്ങിയേക്കാം. ഓക്കെ, ഇവിടെ ഭീഷണിപ്പെടുത്താനുള്ള എല്ലാം ടൂൾസും ഉണ്ട് കേട്ടോ ഗൈസ്. ഓക്കെ, സീനൊന്നുമില്ല അതിനൊന്നും. ഓക്കെ, നമുക്ക് പുള്ളിനെ മാറ്റിയിട്ട് കാണാം കേട്ടോ ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മൾ ചോദ്യമൊക്കെ ചെയ്ത് എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സംഭവം എന്ന് പറഞ്ഞാൽ ഈ പുള്ളിയുടെ ശത്രു എന്ന് പറഞ്ഞാൽ കുറേ വർഷങ്ങൾക്ക് മുമ്പാണ് ഗൈസ്. ഓക്കെ, എന്താ സീൻ എന്ന് വെച്ചാൽ പുള്ളി ശരിക്കും പറഞ്ഞാൽ ഒരു മിലിറ്ററി ഓഫീസറായിരുന്നു. അപ്പോൾ നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം മിലിറ്ററി ബേസിൽ നിന്ന് നമ്മൾ കുറേ വെപ്പൺസൊക്കെ അടിച്ചു മാറ്റി കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ പുള്ളിയുടെ അണ്ടറിലായിരുന്നു അവിടെ എല്ലാം വെപ്പൺസൊക്കെ ക്യാരി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ അടിച്ചു മാറ്റിയ പുള്ളിയുടെ പണി നൈസിന് തെറിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, പുള്ളി കൂട്ടി നിന്നാണ് അങ്ങനെ ചെയ്തെന്നാണ്. പുള്ളി കുറച്ച് ജയിലിലൊക്കെ പോയി പുള്ളി. അങ്ങനത്തെ സീനൊക്കെ ആയിപ്പോയി പുള്ളി. അപ്പോൾ പുള്ളിക്ക് പിന്നെ പുള്ളിയുടെ ഫാമിലിയൊക്കെ പുള്ളിക്ക് ലോസ്റ്റ് ചെയ്ത് പോയി. ഓക്കെ, അങ്ങനത്തെ ഇഷ്യൂസൊക്കെ ഉണ്ട് പുള്ളിക്ക്. അങ്ങനെയാണ് സംഭവം. പുള്ളി അതാണ് നമ്മളെ പുറകെ നടന്ന് നമ്മളെ ഫുള്ള് ഡീറ്റെയിൽസൊക്കെ എടുത്തിട്ട് നമുക്ക് പണി ചെയ്യാൻ തുടങ്ങിയത്. ഓക്കെ, അതാണ് സംഭവമൊക്കെ. അതാണ് ഇതിൻ്റെ ബാക്കിലുള്ള സ്റ്റോറി തന്നെ. ഓക്കെ, ഇത് കാണാൻ തന്നെ നമ്മൾ മിലിറ്ററി ബേസിൽ നിന്നൊക്കെ മോഷ്ടിക്കണമൊക്കെ കാണണം. നമ്മൾ ഏകദേശം ഫസ്റ്റത്തെ വീഡിയോ ഒക്കെ നോക്കണം. ആ സമയത്തൊക്കെയാണ് നമ്മൾ ചെയ്തേക്കണത്. ഓക്കെ, ഇപ്പം നമുക്കിപ്പോൾ എന്തെങ്കിലും ബിസിനസ് നമ്മളിപ്പോൾ ക്യാഷ് നമ്മളിപ്പോൾ ചെറിയ രീതിയിൽ ക്യാഷേ ഉള്ളൂ. നമ്മളാണെങ്കിൽ ഇപ്പോൾ ലോസ് ആൻഡേഴ്സിൽ വാണ്ടഡ് ലെവലിലാണ് നിൽക്കുന്നത്. വാണ്ടഡ് ലിസ്റ്റിലാണ്. നമുക്കതെങ്ങനെയും മാറ്റണം. നമ്മൾ ലെസ്റ്ററിൻ്റെ ഒരു കൂട്ടാനുണ്ട്, ഡേവ് എന്നാണ് പറഞ്ഞത് പുള്ളിയുടെ പേര്. പുള്ളി നേരത്തെ ഇൻ്റലിജൻസിലൊക്കെ ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ ഏകദേശം റിട്ടയർ എന്തായെന്ന് തോന്നുന്നത്. അപ്പോൾ ലെസ്റ്റർ പുള്ളിയുടെ ഡീറ്റെയിൽസൊക്കെ തന്നിട്ടുണ്ട്. പുള്ളിനെ പോയി കാണാനാണ് പറഞ്ഞത്. ഓക്കെ, പുള്ളി നമ്മുടെ ഇവിടെയുള്ള ഒരു കഫേയിൽ വെയിറ്റ് ചെയ്യാമെന്നാണ് പറഞ്ഞേക്കണത്. നമ്മൾ ലോസ് ആൻഡേഴ്സിൽ നമ്മൾ നേരെ പുള്ളിനെ പോയി കാണാൻ പോകണമായിരുന്നേ. ഓക്കെ, പുള്ളിനെ കണ്ടിട്ട് സംസാരിക്കാം. നമുക്ക് കാര്യം ചെയ്യാം, നമുക്ക് ഈ വണ്ടി എടുത്തോണ്ട് പോകും. നേരം എടുത്തിടാം. അധികം ദൂരമൊന്നുമില്ല കേട്ടോ ഗൈസ്, അടുത്ത് തന്നെയായിട്ടാണ് പുള്ളി നിൽക്കുന്ന ലൊക്കേഷൻ. നേരെ അങ്ങ് വിടാം, കുറച്ച് ദൂരമുള്ളൂ ഗൈസ്. ഓക്കെ,
ഓക്കെ, നേരെ നമ്മൾ ലെഫ്റ്റ് സൈഡിലുള്ള ഇതിലും ഷോപ്പിലാണ് പുള്ളി വരാമെന്നുണ്ടായിരുന്നത്. നമുക്ക് നേരെ അതിൻ്റെ പാർക്കിംഗ് ഏരിയയിലേക്ക് ഇട്ടേക്കാം. ഓക്കെ, നമുക്ക് വെയിറ്റ് ചെയ്യാൻ പുള്ളി വന്നാല് പുള്ളി വന്നിട്ട് കാണാട്ടോ ഗൈസ്. ഓക്കെ, ഇതേ പുള്ളി ഇപ്പോൾ നമ്മുടെ അടുത്ത് സംസാരിച്ച് പെട്ടെന്ന് തന്നെ പുള്ളിക്കൊരു മീറ്റിംഗ് ഉണ്ടെന്ന് പുള്ളി പോയിട്ടുണ്ട്. ഓക്കെ, പുള്ളി പറഞ്ഞത് നമ്മളോട് കുറച്ച് ക്യാഷ് സെറ്റ് ചെയ്ത് കൊടുത്താൽ പുള്ളി സെറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ വെച്ചാൽ നമ്മുടെ ഫയൽസൊക്കെ നമുക്ക് മാറ്റണം അവിടുന്ന്. ഓക്കെ, പുള്ളി അത് സെറ്റ് ചെയ്തോളാം എന്നുള്ളത്. നമ്മുടെ FBI ബിൽഡിങ്ങിൽ നിന്ന് നമ്മുടെ ഇതൊക്കെ മാറ്റിക്കോളാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫയൽസൊക്കെ പുള്ളിക്കറിയുന്ന ഓഫീസേഴ്സൊക്കെ ഉണ്ട്. പുള്ളിക്കൊക്കെ അവർക്കൊക്കെ പൈസ കൊടുക്കും. ഏകദേശം പുള്ളി ചോദിച്ചേക്കണം നമ്മളെന്ന് പറഞ്ഞാൽ $50 million ആണ് കേസ്. ഓക്കെ, നമ്മൾ $15 million കൊണ്ട് എങ്ങനെ ഉണ്ടാക്കണം. ഓക്കെ, നമ്മുടെ പ്രോപ്പർട്ടീസൊക്കെ വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു 60 million ഒക്കെ കിട്ടും നമുക്ക്. അപ്പോൾ നമ്മളത് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഫ്രാങ്ക്ലിനോട് എങ്ങനെ സെറ്റ് ചെയ്യാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ ഫ്രാങ്ക്ലിൻ സെറ്റ് ചെയ്തിട്ട് പറയാമെന്നാണ് പറഞ്ഞത്. നേരെ വണ്ടി എടുത്തേക്കാം. ഓക്കെ, പുറകോട്ടെടുക്കാം. പുറകോട്ട് നേരെ പോയേക്കാം. ഓക്കെ, നേരെ അപ്പോൾ നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് തൽക്കാലം ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ അടുത്ത ദിവസം നന്നായിട്ട് പുതിയ എപ്പിസോഡൊക്കെ ആയിട്ട് വരാം, അതിന് ബാക്കി കണ്ടിന്യൂഷനൊക്കെ ആയിട്ട്. അപ്പം see you guys, see you in next video, bye.